അല്ല, പിന്നെ അറിയാവുണ്ട് ഞങ്ങളുടെ നേതാക്കന്മാരല്ലേ ഇപ്പോൾ കുറ്റക്കാരാണെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ ആ നേതാക്കളുടെ കുറ്റം, ആ നിരപരാധിത്വം തെളിയിക്കാൻ ഞങ്ങൾ ഏതറ്റവനും പോകാൻ ബാധ്യസ്ഥരല്ലേ ഈ പാർട്ടി നേതാക്കന്മാരല്ലേ ഇവർ. അതങ്ങനെയല്ല. പാർട്ടി പെരിയ കേസ് പെരിയ സംഭവം ഉണ്ടായതിന് ശേഷം നിങ്ങൾ തന്നെ പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട് പാർട്ടി സെക്രട്ടറി എന്നുള്ളത്. അന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇപ്പോഴും ശരിയാണ്, അതിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ മറ്റ് പലരും പറയുന്നത് പോലെ, ആക്ഷേപിക്കുന്നത് പോലെ പാർട്ടിയുടെ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമേ അല്ല ഇത് എന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും സംഭവം ഏറെ വേദനാകരമാണ് എന്ന കാര്യവും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് ഇതിൽ പങ്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ സുഹൃത്തുക്കൾ കാണേണ്ട ഒരു കാര്യം, 2019 ഈ സംഭവം ഉണ്ടാകുന്നത്. അവിടുന്ന് ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ CBI വരുന്നത്. ആ CBI അന്വേഷിച്ച് രാഷ്ട്രീയമായി ഗൂഢാലോചന നടത്തി എന്ന് CBIയുടെ നിഗമനമാണ് ഈ നിങ്ങൾ പറഞ്ഞ പാർട്ടിയുടെ KV കുഞ്ഞിരാമൻ അടക്കമുള്ള പാർട്ടി നേതാക്കളെ പ്രതികളാക്കി ചേർത്തിട്ടുള്ളത്. അന്ന് സമ്മേളനം നടക്കുന്നൊരു സന്ദർഭമാണെന്ന് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. കാഞ്ഞങ്ങാട് വെച്ച് നിങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുവരെ ഞങ്ങൾ ആ കേസിൽ ഇടപെട്ടിട്ടില്ല. CBI വന്ന് നമ്മുടെ നേതാക്കന്മാരെ രാഷ്ട്രീയമായിട്ട് കേസിൽ പ്രതികളാക്കുന്നത് വരെ ഞങ്ങൾ ആ കേസുമായിട്ട് ഇടപെട്ടിട്ടില്ല പാർട്ടി എന്നുള്ള നിലയിൽ എന്ന് ഞാൻ അന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, CBI ഇത് ബോധപൂർവം ഈ നേതാക്കളെ ഗൂഢാലോചന കേസിൽ ഉൾപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി ഈ കാര്യത്തിൽ ഗൗരവമായ പരിശോധന, ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി നേതാക്കന്മാരെ പ്രതികളാക്കുകയാണ് CBI. ഇപ്പോഴും അതിൻ്റെ വിധിപ്പകർപ്പ് പൂർണ്ണമായിട്ട് വരട്ടെ. ഇവർ ചെയ്ത കുറ്റം എന്താണെന്നുള്ളത് നമ്മൾ വിശദമായി വായിച്ച് പഠിച്ച് എങ്ങനെയാണ് കോടതി ഇതിലെത്തിയിട്ടുള്ളത് എന്ന് നോക്ക്. പക്ഷേ അതായത് CBIയുടെ കണ്ടെത്തൽ കോടതി കൂടി അംഗീകരിക്കുകയാണ്. അപ്പം കോടതി വിധിയിൽ അങ്ങനെയാണ് നമ്മൾ ഞാൻ നിങ്ങൾ ഇപ്പോൾ ചോദിച്ചതിന് ഞാൻ ഒറ്റ മറുപടിയേ ഉള്ളൂ. ഈ കോടതി കണ്ടെത്തിയിട്ടുണ്ടാവും, മേലെയും കോടതി ഉണ്ടല്ലോ. ഇതൊരു അന്തിമ വിധിയല്ല, അപ്പീൽ പോകും. അത് വായിച്ച് അത് ചാർജ് ഷീറ്റ് വിധിപ്പകർപ്പ് പൂർണ്ണമായിട്ട് വായിച്ച് കണ്ടതിന് ശേഷം നിയമപരമായി ആലോചിച്ച് അപ്പീൽ പോകും. ഏതൊക്കെ പ്രതികൾക്ക് വേണ്ടിയാണ് അപ്പീൽ പോകുന്നത്? അതിപ്പോൾ പെരിയ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ അപ്പീൽ പോകേണ്ട. അതാണ് ഞാൻ പറഞ്ഞത് ഈ വിധിപ്പകർപ്പ് ഒന്ന് കൃത്യമായി വായിച്ച് പാർട്ടി പഠിക്കട്ടെ. ഈ പാർട്ടിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പദവികളിലുള്ള ആളുകളാണ്, MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഉള്ളവരാണ്. അപ്പോൾ അവരെയൊക്കെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ അവർക്കുള്ള സംരക്ഷണം പാർട്ടി തുടരുന്നതാണോ പറയുന്നത്? ഇതിൽ നിങ്ങൾ കാണേണ്ടത്, ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരാണ്. അതിൽ MLA മാരുണ്ടാവും, MP ഉണ്ടാവും, മന്ത്രി ഉണ്ടാവും, പാർട്ടി സെക്രട്ടറിമാർ, അങ്ങനെ പല വേദികളിലും പണിയെടുക്കുന്നവരാണ് ഞങ്ങൾ ആർക്കും വേണമെങ്കിൽ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളെ പ്രതികളൊക്കെ ആക്കാം. അപ്പോൾ ഞങ്ങൾ ചിലവർ MLA മാരായിരിക്കും, ചിലവർ മന്ത്രിയായിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ആ കാരണം ആരും പറയാറുണ്ടോ? ഞങ്ങൾ എല്ലാവരും രാഷ്ട്രീയ പ്രവർത്തകരാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് എതിർ രാഷ്ട്രീയക്കാർക്ക് ഞങ്ങളെ ഏത് രീതിയിൽ വേണമെങ്കിലും പ്രതികളാക്കാം. ഒരു പ്രതിയായി എന്നുള്ളത് കൊണ്ട് എന്തോ ഒരു ഇത് എന്ന രീതിയിൽ നമ്മൾ വിലയിരുത്താൻ പാടില്ലല്ലോ രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ച്. അത് പരിശോധിക്കട്ടെ. ഞങ്ങൾ കുറ്റക്കാരാണ് എന്ന് ഏതെല്ലാം അർത്ഥത്തിലാണ് ഇവർ കുറ്റക്കാരാണെന്ന് CBI കോടതി കണ്ടെത്തിയത്, അത് പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ആ വിധിപ്പകർപ്പ് വിശദമായിട്ട് വായിച്ച് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതായത് മുൻ MLA KV കുഞ്ഞിരാമനെതിരെ തെളിഞ്ഞിട്ടുള്ള കുറ്റം എന്ന് പറയുന്നത് ഈ കേസിലെ 2ാം പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മോചിപ്പിച്ചു എന്നാണ്. അവിടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന പ്രതിയെ മോചിപ്പിച്ചു എന്നുള്ളതാണ്. അത് ആ കുറ്റം തന്നെയാണ് തെളിഞ്ഞിട്ടുള്ളത്. അത് കോടതി ഘട്ടത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. വിധിയുടെ പകർപ്പിലല്ല, അല്ലാതെ തന്നെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. KV കുഞ്ഞിരാമൻ അടക്കമുള്ളവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ട് ഏത് വകുപ്പാണ് ചേർത്തതെന്നറിയോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് KV കുഞ്ഞിരാമനടക്കം കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കോടതി എല്ലാവർക്കും ഒരു വകുപ്പല്ലല്ലോ ചേർത്തിട്ടുള്ളത്. അല്ലല്ലോ, KV കുഞ്ഞിരാമൻ അടക്കമുള്ള ആളുകൾക്ക് ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റം ചുമത്തിയിട്ടുള്ളത്? അത് പരിശോധിക്കട്ടെ. ഏതാണെന്ന് പരിശോധിച്ച് എന്താ വേണ്ടത് നമുക്ക് ചെയ്യാം. ഒരു കാര്യം ഉറപ്പാണ്, CBIയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കൊരു നയമുണ്ട്. അത്
വ്യക്തമാണല്ലോ നിങ്ങൾക്ക്. അത് ഇതിലെന്ത് അത് സി ബി ഐ പരിശോധിച്ചിട്ട് ആ കാര്യങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ടാവുക. CPM-നെ ഒറ്റ തിരിച്ച് നിർത്തണം എന്നുള്ള നിലയിൽ തന്നെയായിരിക്കും. വരട്ടെ. പക്ഷേ ഈ വിധിപ്പകർപ്പിനകത്ത് ഈ KV കുഞ്ഞിരാമനെതിരെ കുറ്റമായി പറഞ്ഞത് പോലീസ് കസ്റ്റഡിയിൽ നിന്നും രണ്ടാം പ്രതിയെ ബലം പ്രയോഗിച്ച് രക്ഷപ്പെടുത്തൽ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. IPC 225 വകുപ്പാണ്. IPC 225 ആണ്. അത് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ഇതിനകത്ത് വിധിപ്പകർപ്പിന് ഡീറ്റെയിൽസ് നോക്കാം. വകുപ്പ് ഏതെങ്കിലും വരട്ടെ. കോടതി ഏത് വകുപ്പാണ് ചേർത്തിട്ടുള്ളത് ഈ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നതിന് വരട്ടെ. അത് വിശദമായി പഠിച്ചതിന് ശേഷം ഏതായാലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയാം, പാർട്ടി അപ്പീൽ പോകും. അതായത് മാഷ ഒരു കാര്യം കൂടി, CBI രാഷ്ട്രീയപരമായി ഇടപെടൽ നടത്തിയിട്ടാണ് KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തത് എന്നുള്ള അഭിപ്രായം ഇപ്പോഴും ആവർത്തിക്കാം. പാർട്ടി എന്ന നിലയ്ക്ക് തന്നെ മേൽക്കോടതിയിലേക്ക് പോകും. അല്ല, പിന്നെ അറിയാവുണ്ട് ഞങ്ങളുടെ നേതാക്കന്മാരല്ലേ ഇതിൽ ഇപ്പോൾ കുറ്റക്കാരാണെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആ നേതാക്കളുടെ കുറ്റം നിരപരാധിത്വം തെളിയിക്കാൻ ഞങ്ങൾ ഏതറ്റവനും പോകാൻ ബാധ്യസ്ഥരല്ലേ ഈ പാർട്ടി നേതാക്കന്മാരല്ലേ ഇവർ. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇവർ നിരപരാധികളാണ്. ഇത് നാട്ടുകാരോട് ചോദിക്കുക. ഇപ്പം പുറമേ ജില്ലക്കാർക്കാണെങ്കിൽ അത്ര വേഗത്തിൽ മനസ്സിലാവില്ല. ഈ പ്രതികളടക്കമുള്ള KV കുഞ്ഞിരാമനും പാർട്ടിയുടെ നേതാക്കന്മാരടക്കം ജീവിക്കുന്ന പ്രദേശമാണല്ലോ ഇത്. കുഞ്ഞിരാമൻ MLA ആയി 2 വട്ടം KV കുഞ്ഞിരാമന് തിരഞ്ഞെടുത്ത മണ്ഡലത്തിൽ പെടുന്നതാണല്ലോ ഇത്. ആ മണ്ഡലത്തിലെ ജനങ്ങളുമായിട്ട് നിരന്തരം ബന്ധം വെക്കുന്ന ഒരു നേതാവല്ലേ KV കുഞ്ഞിരാമനടക്കമുള്ള ആളുകൾ. നാട്ടുകാർ പറയോ? നിങ്ങൾ ചോദിച്ചു നോക്ക്. അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്. ഞങ്ങളൊക്കെ ഇതിൻ്റെ കുറ്റക്കാരാണെന്ന് ആരെങ്കിലും പറയുമോ?